Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ. ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ യാത്രക്കാരുടെ നിൽപ്പ് സമരം നടത്തി. ചെന്നൈ സോൺ റെയിൽവേ കൺസൾട്ടേറ്റീവ് അംഗം അഡ്വക്കേറ്റ് റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വാഹന പാർക്കിംഗ് കേന്ദ്രം ഇനി ക്യാമറ കണ്ണുകളിൽ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. വെങ്ങര റെയിൽവേ ഗേറ്റിൽ അപകടം പതിയിരിക്കുന്നു. റെയിൽവേ ഗേറ്റ് റോഡിൽ സ്ലാബുകൾക്കിടയിലെ വിടവാണ് യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നത്. പഞ്ചായത്ത് റോഡരികിൽ പൂച്ചെടികൾ നട്ടുവളർത്തി യാത്രക്കാരുടെ കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കി വിളയാങ്കോട് സ്വദേശികളായ ദമ്പതികൾ. റോഡരികിൽ 150 മീറ്റർ നീളത്തിലാണ് ഇരുവരും ചെടികൾ നട്ട് പരിപാലിക്കുന്നത്. 39 വർഷത്തെ സേവനത്തിനു ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ രാമന്തള്ളി കല്ലേറ്റും കടവിലെ ജവാൻ എം ഭാസ്കരന് കണ്ണൂർ CRPF കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കല്ലേറ്റും കടവിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ യാത്രക്കാരുടെ നിൽപ്പ് സമരം നടത്തി. ചെന്നൈ സോൺ റെയിൽവേ കൺസൾട്ടേറ്റീവ് അംഗം അഡ്വക്കേറ്റ് റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. വടക്കേ മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ജനറൽ ടിക്കറ്റ് കൌണ്ടർ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പയ്യന്നൂരിലെ ഇൻഫർമേഷൻ കൌണ്ടർ പുനരാരംഭിക്കുക, എക്സ്പ്രസ് ട്രെയിനുകളിൽ ജനറൽ ഡി സർവീസ് കോച്ചുകൾ വർദ്ധിപ്പിക്കുക, TTEമാർക്ക് മതിയായ പരിശീലനം നൽകുക, പാർക്കിംഗ് സംവിധാനം പരിഷ്കരിക്കുക, കണ്ണൂരിനും മംഗലാപുരത്തിനുമിടയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രക്കാരുടെ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന നിൽപ്പ് സമരം ചെന്നൈ സോൺ റെയിൽവേ കൺസൾട്ടേറ്റീവ് അംഗം അഡ്വക്കേറ്റ് റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തെ ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് റെയിൽവേ മുന്നോട്ട് പോകുന്നത്. കാരണം എന്താണ്? ജനറൽ ടിക്കറ്റ് കൗണ്ടർ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജനറൽ ടിക്കറ്റ് വേണമെങ്കിൽ, റെയിൽവേയുടെ ടിക്കറ്റ് വേണമെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കിട്ടില്ല. കാരണം എന്താണ്? ജനറൽ ടിക്കറ്റ് കൗണ്ടറിലെ ജീവനക്കാരനെ പിൻവലിച്ചു. ഇവിടെ ജനറൽ ടിക്കറ്റിന് ലഭ്യമല്ല. ഇവിടെ ഉള്ളത് എന്താണ്? AVTV മിഷൻ എന്ന് പറയുന്ന റിട്ടയർഡായ പാവപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ. നമുക്കറിയാം, അവർ റെയിൽവേയിൽ നിന്ന് പിരിഞ്ഞവരാണ്. അവർക്ക് റെയിൽവേയുമായി യാതൊരു ബാധ്യതയുമില്ല. VP സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, KV ബാബു, DK ഗോപിനാഥ്, ദിനു മൊട്ടമ്മൽ, റുക്നുദ്ദീൻ കൗവായി, അജയ്കുമാർ കരിവെള്ളൂർ, അത്തായി പത്മിനി, P ജയൻ, സമീർ PP, T സുരേഷ് കുമാർ, വിജയൻ കുട്ടിനേഴത്ത്, TV കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വാഹന പാർക്കിംഗ് കേന്ദ്രം ഇനി ക്യാമറ കണ്ണുകളിൽ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. തിരക്കേറിയ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രം ഇനി ക്യാമറ കണ്ണുകളിൽ. വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് വാഹനങ്ങൾ കയറിയിറങ്ങുന്ന ഭാഗങ്ങളിലാണ് ക്യാമറ സ്ഥാപിച്ചത്. ഈ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിന്ന് വ്യാപകമായി ബൈക്കുകളിൽ നിന്ന് ഇന്ധനമൂറ്റുന്നതും വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുന്നതും ഹെൽമറ്റ് മോഷണം പോകുന്നതും പതിവാണ്. ഇതോടെയാണ് ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കാൻ നടപടിയായത്. ചികിത്സയ്ക്ക് വേണ്ടി ചില ആൾക്കാർ പൊഴിക്കുന്ന 1-2 ദിവസം കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത്. അവരുടെ വണ്ടിയിൽ ഇന്ധനം പൂർണ്ണമായിട്ടും മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്യാമറ ഇവിടെ വളരെ വളരെ ഒരു ഉപകാരപ്പെടുന്ന രീതിയിലാണുള്ളത്. ആ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള ക്യാമറകൾ സ്ഥാപിച്ച് യാത്രക്കാർക്കും നാട്ടുകാർക്കുമുള്ള
സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമവാർത്തയാണ് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടിക്ക് വേഗം കൂട്ടിയത്. ആദ്യഘട്ടത്തിൽ 6 ക്യാമറകളാണ് സ്ഥാപിച്ചത്. വാഹന പാർക്കിംഗ് കേന്ദ്രം നടത്തിപ്പിനെടുത്തവരാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ ഇതിനേക്കാൾ തിരക്കുള്ള 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലും ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വാഹനയാത്രക്കാർ സൂക്ഷിക്കുക. വെങ്ങര റെയിൽവേ ഗേറ്റിൽ അപകടം പതിയിരിക്കുന്നു. റെയിൽവേ ഗേറ്റ് റോഡിൽ സ്ലാബുകൾക്കിടയിലെ വിടവാണ് യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ. വെങ്ങര റെയിൽവേ ഗേറ്റിൽ മുട്ടം ഭാഗത്തേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്തുള്ള സ്ലാബുകൾക്കിടയിലുള്ള വിടവാണ് അപകടം വിളിച്ചു വരുന്നത്. സാധാരണ സ്ലാബുകൾക്കിടയിൽ ടാറിംഗ് നടത്താറുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് ടാറിംഗ് ചെയ്തിരിക്കുന്നത്. മറുഭാഗത്ത് സ്ലാബുകൾക്കിടയിൽ ജില്ലിക്കല്ലുകൾ നിരത്തിയെന്നല്ലാതെ ടാറിംഗ് നടത്തിയിട്ടില്ല. ഇരുചക്രവാഹന യാത്രക്കാർ പലപ്പോഴും തലനാരിഴക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളതെന്ന് യാത്രക്കാർ പറയുന്നു. ഓട്ടോ പോലുള്ള വാഹനങ്ങളുടെ ചെറിയ ടയറുകൾ സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ കടന്നുപോകാനും പ്രയാസപ്പെടുകയാണ്. പലപ്പോഴും ഗതാഗതക്കുരുക്കിനും ഇത് കാരണമാകുന്നുണ്ട്. പാച്ച് വർക്ക് ചെയ്തേ പിന്നെ ഇവിടെ ഭയങ്കര പ്രോബ്ലമാണ്. ഒരുപാട് ആൾക്കാർ സ്കിഡ് ചെയ്ത് വീഴുന്നുണ്ട്. സ്കൂട്ടി, മിക്കവാറും സ്കൂട്ടിയും ബൈക്കും തന്നെയാണ്. അതുപോലെ കാറിനും ചിലപ്പം ബ്ലോക്കായി പോകുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്ലോക്കായി കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് അടച്ചാൽ തന്നെ 3-4 തവണ ഗേറ്റ് അടക്കും. 3-4 വണ്ടി പോയി കഴിഞ്ഞാൽ തുറക്കുക. അത്രയും വണ്ടി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു വണ്ടി, ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഞാൻ വരുമ്പോൾ ഒരു വണ്ടി പെട്ടിട്ട് എങ്ങനെയല്ലോ ആണ് അത് അവർ തള്ളിയിട്ടാണ് കരക്കോട്ടാക്കിയത്. ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ തന്നെ വേണം. അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരപകടത്തിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഞ്ചായത്ത് റോഡരികിൽ പൂച്ചെടികൾ നട്ടുവളർത്തി യാത്രക്കാരുടെ കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കുകയാണ് വിളയാങ്കോട് സ്വദേശികളായ ദമ്പതികൾ. റോഡരികിൽ 150 മീറ്റർ നീളത്തിലാണ് ഇരുവരും ചെടികൾ നട്ട് പരിപാലിക്കുന്നത്. ഇരുഭാഗത്തും ചെടികൾ പൂവിട്ട് നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പാതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിളയാങ്കോട് പെട്രോൾ പമ്പ് കുളപ്പുറം റോഡാണിത്. ഇത് ഇരുഭാഗവും 150 മീറ്ററോളം ദൂരത്ത് ചെടികൾ പൂവിട്ട് നിൽക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് പിന്നിൽ ഒരു ദമ്പതികളാണ്, ഇന്ദിര മനോജ് ദമ്പതികളാണ്. അപ്പൊ അവരുടെ വിശേഷങ്ങൾ കാണാം. അവർ ഇതിനൊക്കെ എന്തൊക്കെ പരിചരണമാണ് നടത്തുന്നത്, എപ്പം മുതലാണ് ഇങ്ങനെ ഇത് ഈ ഒരു പാതയെ ഇത്രയും സുന്ദരമാക്കി നിർത്താൻ അവർ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. മാലിന്യം തോന്നുന്നിടത്തേക്ക് വലിച്ചെറിയുന്ന സമൂഹമാണ് മലയാളികളെന്ന് സാധാരണ പറയാറുണ്ട്. ഉദാഹരണമായി പലപ്പോഴും നമ്മുടെ പാതയോരങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യം ചൂണ്ടിക്കാണിക്കപ്പെടാറുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് വിളയാങ്കോട്ടെ മനോജും ഭാര്യ ഇന്ദിരയും. നാടിന് തന്നെ മാതൃകയായി തീരുകയാണ് ഈ ദമ്പതികൾ. സ്വന്തം വീട്ടുപരിസരത്തെ റോഡരികിൽ 150 മീറ്റർ ദൂരം ഭംഗിയുള്ള പൂച്ചെടികൾ വച്ചു പിടിപ്പിച്ച് അത്യപൂർവ കാഴ്ചയൊരുക്കുകയാണിവർ. മാത്രമല്ല എല്ലാ ദിവസവും ചെടികളെ പരിപാലിക്കുവാനും പാതയോരം ശുചിയാക്കി നിർത്തുവാനും ഇവർ സമയം കണ്ടെത്തുന്നു. അപ്പൊ ഇത്ര കാലം മുന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്? ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് എപ്പോ മുതലാണ്? അത് ചെയ്തിട്ട് 8 വർഷമായി. വീടെടുത്തിട്ട് 10 വർഷമായി. വീടെടുത്ത് ആദ്യം ഞങ്ങൾ വീട്ടിലായിരുന്നു ചെടി നട്ടത്. അപ്പൊ അന്ന് കട്ട് ചെയ്യുമ്പോ അതെങ്ങനെ കളയാനുള്ള മടി കൊണ്ട് റോഡ് സൈഡിൽ വെച്ചു. അതപ്പോ ഇത്രയും ഒരു 150 മീറ്റർ ദൂരത്തേക്കൊക്കെ നട്ട് പോവാമെന്നൊക്കെ എപ്പോഴാ തോന്നിയത്? നമ്മളിവിടെ വന്നപ്പോ വരെ ഉണ്ട് തുടങ്ങിട്ടാ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ അടുത്തൊക്കെ വീടുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ നമ്മൾ പെർമിഷൻ ചോദിക്കണമായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? പെർമിഷൻ ചോദിച്ചിട്ടാണ്. കാരണം ഞങ്ങളായിട്ട് നല്ല സഹകരണമുള്ളവരാണ് ഉള്ളവര്. അവര് ഞാൻ ചെയ്യുമ്പോ അവർക്ക് സഹായിക്കാൻ പറ്റുന്നില്ലേ, അവര് വന്ന് ഞങ്ങളോട് നല്ല നല്ല കാര്യമാണെന്ന് പറയും. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. നല്ല റോഡ് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അതിന്റെ ഭാഗമായി. അപ്പൊ ഇതുവഴി പോകുന്നവരൊക്കെ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്തോ? നല്ല കാര്യം, നല്ലതാണെന്ന് പറയും. ഞങ്ങള് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഞങ്ങളോട് സംസാരിച്ചിട്ടേ പോകും. ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരായാലും
നാട്ടുകാരായാലും നമ്മളോട് സംസാരിച്ച് നല്ല കാര്യമാണെന്ന് പറയും. അത് സമയമില്ലാത്തതുകൊണ്ടാണ് സഹായിക്കാത്തതെന്ന് പറയും. അതെ. അപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ടോ? സത്യം പറഞ്ഞില്ല, ഇവര് തന്നെ രണ്ടുപേരും തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനിങ്ങനെ കാണുന്ന സൗന്ദര്യം ആസ്വദിക്കുക മാത്രമേ ഉള്ളൂ. എന്ത് തോന്നുന്നു ഇവര് ചെയ്യുന്ന ഒരു പ്രവൃത്തി? നല്ല ഒന്നുമില്ലെങ്കിൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇപ്പോ ഇങ്ങനെ സാഹചര്യത്തിൽ പതിവ് ആൾക്കാരും ചെയ്യാത്ത കാര്യമാണല്ലോ. അപ്പോൾ നല്ലൊരു കാര്യമല്ല. ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ ഹൃദയം കവരാൻ ഇവർ ഒരുക്കിയ പൂന്തോട്ടത്തിന് കഴിയുന്നുമുണ്ട്. നമുക്ക് കാണിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇത് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇരുഭാഗങ്ങളിലും ഒരു വശത്ത് കോളാമ്പി പൂവുണ്ട്, അതുപോലെ നമ്പ്യാർവട്ടപ്പൂവുണ്ട്. അത്തരത്തിൽ നാടൻ പൂക്കളെ കൊണ്ട് തന്നെയാണ് ഈ ഒരു 150 മീറ്ററും അലങ്കരിച്ചിരിക്കുന്നത്. ഇടയിലായി നെല്ലി ചെടിയും അതുപോലെ ചായ മനസ്സ പോലെയുള്ള ഇലവർഗ്ഗങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ 150 മീറ്റർ ദൂരം എല്ലാ ദിവസവും തങ്ങളുടെ വീട് എങ്ങനെ അടിച്ചു വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ മുറ്റം എങ്ങനെ അടിച്ചു വൃത്തിയാക്കുന്നു അത്രയും ഭംഗിയാക്കി ഈ റോഡിന് ഇരുവശവും നിലനിർത്തുന്നു എന്നത് തന്നെയാണ് ഇവർ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് തിരുവമ്പിക്കൊപ്പം KN വർഷ. റോഡ് തകർന്ന് യാത്ര ദുരിതമായി മാറുന്നു. ചെറുതാഴം പഞ്ചായത്തിലെ നരീക്കാംവള്ളി 7 റോഡിൽ അറത്തിൽ ഭദ്രാപുരം ക്ഷേത്രത്തിന് സമീപമാണ് റോഡ് തകർന്ന വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ ഭദ്രപുരം ക്ഷേത്രത്തിന് സമീപത്തെ റോഡാണ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയത്. നരീക്കാംവള്ളി മൃഗാശുപത്രി ഭാഗത്തുനിന്ന് 7 ദേശീയപാതയിലേക്കും അറത്തിപ്പറമ്പ് പുറച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരാൻ നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം നിരവധി പേർ നടന്നു പോകുന്നതും ഇതുവഴിയാണ്. ഇവിടെ റോഡിൽ ജില്ലികൾ ഇളകിമാറി വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി യാത്ര സുഗമമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അഭിഭാഷക അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു. പയ്യന്നൂർ സബ് കോടതി പരിസരത്ത് നടന്ന യോഗം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷകരുടെ തൊഴിൽ സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിയമം നടപ്പിലാക്കുക, അഭിഭാഷക ക്ഷേമനിധി ആനുകൂല്യം 30 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, ജൂനിയർ അഭിഭാഷകർക്ക് 5000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡ് അനുവദിക്കുക, ഫയലിംഗ് പൂർണ്ണമായും കോടതി ജീവനക്കാർ നടത്തുക, ക്ഷേമനിധി വാങ്ങിയ അഭിഭാഷകരെ തുടർന്ന് തൊഴിൽ ചെയ്യുവാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അഭിഭാഷക അവകാശ സംരക്ഷണ ദിനം ആചരിച്ചത്. പയ്യന്നൂർ സബ് കോടതി പരിസരത്ത് ചേർന്ന യോഗം ബാർ അസോസിയേഷൻ പ്രസിഡന്റും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അഭിഭാഷക ക്ഷേമനിധി 10 ലക്ഷം രൂപയാക്കിയത് 30 ലക്ഷം രൂപ ആക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം ഇവിടെ നടക്കുന്നത്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പത്മനാഭൻ, യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വാഹിദ മൊയ്തീൻകുട്ടി, അഡ്വക്കേറ്റ് TK സജി, അഡ്വക്കേറ്റ് N സുധാകരൻ, അഡ്വക്കേറ്റ് അജിത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 39 വർഷത്തെ സേവനത്തിനു ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ രാമന്തള്ളി കല്ലേറ്റും കടവിലെ ജവാൻ M ഭാസ്കരന് കണ്ണൂർ CRPF കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കല്ലേറ്റും കടവിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 39 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ഇൻസ്പെക്ടർ ഭാസ്കരൻ M-ന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ണൂർ CRPF കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തുടർന്ന് സ്വദേശമായ രാമന്തള്ളി കല്ലേറ്റുംകടവിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. TI മധുസൂദനൻ MLA ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CRPF കൂട്ടായ്മ പാരാമിലിറ്ററി വിഭാഗത്തിൻ്റെ സംഘടന സോൾജേഴ്സിൻ്റെ തന്നെ മിലിറ്ററി വിഭാഗം, നേവൽ, എയർഫോഴ്സ്, ഇവരൊക്കെ വേറെ വേറെ തന്നെ
ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകളിലൂടെ ഇത്തരം പരിപാടികൾ ഇപ്പോൾ നന്നായി കൊഴുപ്പിച്ച് സംഘടിപ്പിക്കുന്നു. ഇത് നാടിനൊരു അത്ഭുതമുള്ളൊരു കാഴ്ചയായിരിക്കും ഇന്നത്തെ ഒരു കാഴ്ച. കണ്ണങ്ങാടിക്കാരനാണ് ക്യാപ്റ്റൻ അംബാസഡർ. അദ്ദേഹം ഇപ്പോൾ ഇവിടെയാണ് ദീർഘകാലമായി താമസിക്കുന്നത്. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CRPF കൂട്ടായ്മ കണ്ണൂർ അഡ്മിൻ സുരേഷ് എം സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ സുനിത, അപ്പുക്കുട്ടൻ പി, ബാലകൃഷ്ണൻ സി, ഗോപിനാഥൻ MK, PT കുഞ്ഞികൃഷ്ണൻ, രാജേന്ദ്രൻ നായർ VR, നിശാന്ത് MV, പ്രദീപൻ KK തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കലണ്ടർ പ്രകാശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിന്ന് തിരിയാൻ ഇടമില്ലാതെ ചീമേനി ടൗൺ. വികസന പദ്ധതികൾ ഏറെ പ്രഖ്യാപിക്കപ്പെട്ട ചീമേനിയിൽ നാളിതുവരെ ഒരു പദ്ധതി പോലും വന്നിട്ടില്ല. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ചീമേനി ടൗൺ വികസനമെത്താതെ വീർപ്പുമുട്ടുകയാണ്. നിന്നു തിരിയാൻ ഇടമില്ലാതെ ചീമേനി ടൗൺ. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ചീമേനി ടൗൺ വികസനമില്ലാതെ വീർപ്പുമുട്ടുകയാണ്. ഏറ്റുകുടുക്ക, പൊതാവൂർ, കാക്കടവ്, പെരുമ്പട്ട, ചെമ്പ്രകാനം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പല ആവശ്യങ്ങൾക്കായി എത്തുന്നത് ചീമേനിയിലാണ്. വാഹനങ്ങൾ ഇരുവശത്തുമായി നിർത്തി പോകുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകുവാനുള്ള സൗകര്യം തീരെ ഇല്ലാതാകുന്ന കാഴ്ചയാണുള്ളത്. വാഹന പാർക്കിങ്ങിന് സ്ഥലമില്ല എന്നതു മാത്രമല്ല, ബസ് സ്റ്റാൻഡും ചീമേനിയിലില്ല. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആരംഭിച്ച ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. നല്ലൊരു മത്സ്യ മാർക്കറ്റും ചീമേനിയിലില്ല. ഒരു സർക്കാർ ആശുപത്രി ചീമേനിയിൽ വേണം എന്ന ആവശ്യത്തിനും ഏറെ കാലത്തെ പഴക്കമുണ്ട്. പൊതുവിൽ ഈ ചീമേനി ടൗണിൽ ഒരു സൗകര്യമില്ലാത്തൊരവസ്ഥയുണ്ട്. ഒരു ബസ് രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ തന്നെ ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഒരു പാർട്ടിൻ്റെ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ സ്ഥലമുള്ള ഒരു മീറ്റിംഗ് കൂടാനുള്ള സ്ഥലം. അപ്പോൾ അത് കുറച്ചാൾ കൂടി കഴിഞ്ഞാൽ ബസ് വാഹനങ്ങൾക്ക് പോകാനാവാത്തൊരവസ്ഥയുണ്ട്. ടൗണിലെ 4 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ മുന്നറിയിപ്പ് ചിഹ്നങ്ങളുമില്ല. വികസന പദ്ധതികൾ ഏറെ പ്രഖ്യാപിക്കപ്പെട്ട ചീമേനിയിൽ ഇതുവരെയായും ഒരു പദ്ധതി പോലും വന്നിട്ടുമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ആണൂരിലെ ഒറ്റമുറി വാടക വീട്ടിൽ ദുരിതജീവിതം നയിക്കുകയാണ് പ്രസന്നയും 2 കുഞ്ഞുങ്ങളും. സുരക്ഷിതമായി കഴിയാൻ സൗകര്യമുള്ള ഒരു വീട് എന്നെങ്കിലും സ്വന്തമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൊച്ചു കുടുംബം. തലചായ്ക്കാൻ സ്വന്തമായി ഒരിടമില്ലാത്ത പ്രസന്നയുടെയും 2 മക്കളുടെയും ദുരിതജീവിതം സങ്കട കാഴ്ചയാകുന്നു. കരിവെള്ളൂർ ആണൂരിലെ പഴക്കം ചെന്ന ഒരു വാടക വീടിന്റെ ഒറ്റമുറിയിലാണ് പ്രസന്നയും മക്കളായ അഭിജിത്തും വിനീഷയും ദിനങ്ങൾ തള്ളി നീക്കുന്നത്. ഉണ്ണാനും ഉറങ്ങാനും കുട്ടികൾ പഠിക്കുന്നതും മറ്റും ഈ ഒറ്റമുറിക്കകത്തു തന്നെ. കരിവെള്ളൂർ കുണിയൻ സ്വദേശിയാണ് പ്രസന്ന. കുണിയനിലെ സ്വന്തം വീട് പണയപ്പെടുത്തിയാണ് പിതാവ് ഗോവിന്ദൻ പ്രസന്നയടക്കമുള്ള പെൺമക്കളുടെ വിവാഹം നടത്തിയത്. സാമ്പത്തിക ബാധ്യത മൂലം പിന്നീട് വീട് നഷ്ടപ്പെട്ടു. ഗോവിന്ദൻ മരണപ്പെടുകയും ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതോടെ പ്രസന്നയും 2 മക്കളും ഒറ്റയ്ക്കായി. 9ാം തരത്തിൽ പഠിക്കുന്ന അഭിജിത്തും 7ാം തരത്തിൽ പഠിക്കുന്ന വിനീഷയുമാണ് പ്രസന്നയുടെ മക്കൾ. സമീപത്തെ വീടുകളിൽ ജോലി ചെയ്താണ് ഇവർ മക്കളെ പഠിപ്പിക്കുന്നതും മറ്റ് ജീവിത ചിലവുകൾ നിർവഹിക്കുന്നതും. 2 മക്കളോട് 11 വർഷമായി വാടക താമസിക്കുന്നത്. കൂലിപ്പണിയെടുത്തിട്ടാണ് ജീവിച്ചു പോകുന്നത്. മക്കളെ പഠിപ്പിക്കുന്നു. മോൾ സുഖമില്ലാതെ ഇങ്ങനെ 2 ആഴ്ചയായി കിടക്കുന്നു. ഇവർ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും റേഷൻ കാർഡിലെ സാങ്കേതിക തടസ്സം ഇവർക്ക് വിനയായി. തങ്ങൾക്ക് ഒരു വീടൊരുക്കാൻ സുമനസ്സുകളുടെ കാരുണ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രസന്നയും മക്കളും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CTU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CTU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LICAOI ബ്രാഞ്ച് പ്രസിഡന്റ് CK സജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. LICAOI സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മോഹനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CTU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, LICAOI ജില്ലാ സെക്രട്ടറി E ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം C സുനിത, V രമേശൻ, T രാമചന്ദ്രൻ, PV മധുസൂദനൻ, AP മുരളീധരൻ, VV രജിത എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.
ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് പിന്മാറണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തായിനേരി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഉദയാസ്തമന അടിയന്തരം നടന്നു. ക്ഷേത്രം കൊയ്മമാരും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആചാരക്കാരും ക്ഷേത്രത്തിലെത്തി മഞ്ഞൾക്കുറിയും നിവേദ്യവും സ്വീകരിച്ചു. തായിനേരി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഉദയാസ്തമന അടിയന്തരം നടന്നു. ഭഗവതിക്ക് നിവേദിക്കുന്നതിനുള്ള അപ്പം തയ്യാറാക്കാൻ രാവിലെ തന്നെ ബാല്യക്കാർ കലശം കുളിച്ച് വ്രതശുദ്ധി വരുത്തി ക്ഷേത്രത്തിലെത്തി. 1 ക്വിന്റൽ 30 കിലോ ഉണക്കലരി പൊടിച്ചാണ് അപ്പം ചുടുന്നത്. ഭഗവതിക്ക് നിവേദിച്ച ശേഷം ക്ഷേത്രത്തിലെ ബാല്യക്കാർക്ക് നിശ്ചിത എണ്ണം അപ്പം നൽകും. ക്ഷേത്രം കോയ്മമാരും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആചാരക്കാരും ക്ഷേത്രത്തിലെത്തി മഞ്ഞക്കുറിയും നിവേദ്യവും സ്വീകരിച്ചു. അരങ്ങിൽ അടിയന്തരത്തിന് തേങ്ങയേറും. തുടർന്ന് എല്ലാവർക്കും അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ശാസ്ത്ര സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ, കടന്നപ്പള്ളി പാണപ്പുഴ കുടുംബശ്രീ CDS, ICDS എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓറഞ്ച് ദ വേൾഡ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ P. സുലജ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ശാസ്ത്ര സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ, കടന്നപ്പള്ളി പാണപ്പുഴ കുടുംബശ്രീ CDS, ICDS എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓറഞ്ച് ദി വേൾഡ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കൽ ക്യാമ്പയിൻ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ P. സുലജ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന ഓറഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നവംബർ 25 മുതൽ ഡിസംബർ 16 വരെ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. എന്താണ് ക്യാമ്പയിൻ എന്ന് വെച്ചാൽ, ഓറഞ്ച് ദ വേൾഡ് പറഞ്ഞാൽ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, ഓൾ കൈൻഡ്സ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാവരും അതിക്രമങ്ങളും തുടച്ചു മാറ്റുക എന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനത്തോടുകൂടി നടത്തുന്ന ക്യാമ്പയിനാണ് ഓറഞ്ച് ദ വേൾഡ്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാസ്ത്ര ഡയറക്ടർ VRV ഏഴോ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസന്ന മണികണ്ഠൻ ക്ലാസ് എടുത്തു. N. കാർത്യായനി, TV സുധാകരൻ, BK സൗമ്യ, KG ബിന്ദു, PP കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റോഡരിക ഇടിയുന്നത് അപകട ഭീഷണിയാകുന്നു. ചന്തപ്പുര കള്ളക്കാംതോട് പൊള്ളാളം റോഡിലാണ് റോഡരിക ഇടിഞ്ഞ് അപകട ഭീഷണിയാകുന്നത്. ചന്തപ്പുര കള്ളക്കാംതോട് പൊള്ളാളം റോഡിലാണ് റോഡരികിടിഞ്ഞ് അപകട ഭീഷണിയാകുന്നത്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് നിത്യേന ഈ റോഡിനെ ആശ്രയിക്കുന്നത്. റോഡരികി ഇടിഞ്ഞതിനാൽ വാഹനങ്ങൾ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നതും. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇതുവഴി കാൽനടയായി ദിനേന പോകുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ റോഡരികി കെട്ടി സംരക്ഷണം ഒരുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്നൂർ പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വായനായനം പരിപാടിയുടെ ഭാഗമായി എഴുത്തുകാരോടൊപ്പം പുസ്തക പരിചയവും ആദരവും സംഘടിപ്പിച്ചു. പീപ്പിൾസ് ലൈബ്രറിയിൽ നടന്ന പരിപാടി രാമകൃഷ്ണൻ കണ്ണോം ഉദ്ഘാടനം ചെയ്തു. അന്നൂർ പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വായനായനം പരിപാടിയുടെ ഭാഗമായി എഴുത്തുകാരോടൊപ്പം പുസ്തക പരിചയവും ആദരവും നടന്നു. പീപ്പിൾസ് ലൈബ്രറിയിൽ നടന്ന പരിപാടി രാമകൃഷ്ണൻ കണ്ണോം ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ ഫിസിക്സ് അധ്യാപകനും മാത്സ് അധ്യാപകനുമാണ് ഞങ്ങൾ രണ്ടുപേരും. അതും ഒരു ഊഷ്മളമായ ഓർമ്മകളാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സമാന്തര കാലത്തെ കുറിച്ച്. മുരളിയുടെ പേര് കഥാപാത്രമാണ്. അപ്പോൾ അന്നത്തെ ആ ജീവിതത്തിൽ നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഊഷ്മളമായ ബന്ധങ്ങളുണ്ട്, അതിലൊരു സുഖമുണ്ട്. ആ സുഖത്തിന്റെ കാര്യം അന്നും വളരെ ജീനിയസ് ആണ്. ഒടുവിൽ സർവകലാശാലയുടെ അധിപനായിക്കൊണ്ട് പിരിയും ഒക്കെ ചെയ്യുകയും ഞാൻ ബാങ്കിലെത്തുകയും ബാങ്കിൽ നിന്ന് മാനേജറായി റിട്ടയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് കാലമുണ്ട്. പക്ഷെ ആ കാലത്തൊക്കെ ഞങ്ങൾ വായനയെ കെട്ടിക്കൊണ്ടുവന്നവരാണ്. വായനായനം സംഘാടക സമിതി ചെയർമാൻ VK നിഷാദ് അധ്യക്ഷത വഹിച്ചു. MK രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു.
ആർ മുരളീധരൻ, വി.പി. രാജൻ എന്നിവർ പുസ്തക പരിചയം നടത്തി. വി.പി. ബാലകൃഷ്ണന്റെ മഴയെത്തുമ്പോൾ കവിതയും, കെ.പി. രവീന്ദ്രന്റെ ഭൗതികശാസ്ത്രത്തിലെ നാഴികക്കല്ലുകൾ, രജനി വെള്ളോറയുടെ അഴൽ നിഴൽ കവിതയും അവതരിപ്പിച്ചു. എ. രാജൻ മാസ്റ്റർ അനുമോദന പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും അനുബന്ധിച്ചുള്ള അഷ്ടബന്ധ ദ്രവ്യ ധ്വജപ്രതിഷ്ഠാ കർമ്മം നടന്നു. ഡിസംബർ 10 ചൊവ്വാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. അഷ്ടബന്ധദ്രവ്യ ധ്വജപ്രതിഷ്ഠാ കർമ്മത്തിന് തന്ത്രിമാരായ മണിയറ പെരിങ്ങോട്ടിലത്ത് പത്മനാഭൻ നമ്പൂതിരി, മണിയറ പെരിങ്ങോട്ടിലത്ത് ശങ്കരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഡിസംബർ 10 ചൊവ്വാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് രാത്രി 9 മണിക്ക് കൊടിയേറും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വിവിധ ഏരിയകളിൽ നിന്നുള്ള കാഴ്ചവരവും തിടമ്പ് നൃത്തവും വിവിധ കലാപരിപാടികളും നടക്കും. പ്രധാന ഉത്സവ ദിനമായ 16 രാത്രി അത്താഴപൂജയ്ക്കു ശേഷം നഗരപ്രദക്ഷിണം, പറയെടുപ്പ്, എഴുന്നള്ളത്ത് എന്നിവയുണ്ടാകും. 17 തീയതി ആറാട്ടിനും വലിയ കാണിക്കയ്ക്കും ശേഷം ആറാട്ട് സദ്യയോടുകൂടി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ജെസിസിന്റെ 2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 7 വൈകിട്ട് 7 മണി മുതൽ പയ്യന്നൂർ പെരുമ്പ കാപ്പാട്ടുള്ള റോട്ടറി മിഡ് ടൗൺ മെഡോസിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ജെസിസിന്റെ 2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 7 വൈകിട്ട് 7 മണി മുതൽ പയ്യന്നൂർ പെരുമ്പ കാപ്പാട്ടുള്ള റോട്ടറി മിഡ് ടൗൺ മെഡോസിൽ നടക്കും. 2025 പ്രസിഡന്റായി ഷിജു മോഹനും സെക്രട്ടറിയായി സനോജ് എംവിയും ട്രഷററായി ലീന മോഹനും സ്ഥാനമേറ്റെടുക്കും. ജെസി സോൺ 19 മുൻ മേഖലാ പ്രസിഡന്റ് ദിലീപ് ടി ജോസഫ് മുഖ്യാതിഥിയായും 2025 മേഖലാ പ്രസിഡന്റ് ജസിൽ ജയൻ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. ചടങ്ങിൽ വെച്ച് അഡ്വക്കേറ്റ് പ്രമോദ് ഉദിനൂക്കാരൻ, ഭാർഗവൻ കെ.വി. എന്നിവരെ ആദരിക്കും. ഷിജു മോഹൻ, അനീസ് തയ്യിൽ, അനിൽ കുട്ടമത്ത്, മുകേഷ് അത്തായി, സനോജ് എം.വി., വിഷ്ണുപ്രസാദ് ടി.പി. തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ 32 വർഷങ്ങൾ തികയ്ക്കുന്ന സൂര്യ കണ്ണപുരം എന്ന സംഘടന 17ാം തവണയും അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 6 മുതൽ 10 വരെ ചെറുകുന്ന് ബോർഡ് സ്കൂളിലാണ് മത്സരം നടക്കുന്നത്. ഡിസംബർ 6 തീയതി ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തുടർന്ന് 7, 8, 9, 10 തീയതികളിലായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ നാടകങ്ങൾക്ക് പ്രോത്സാഹനം നൽകി പുത്തൻ വിഷയസ്വീകരണത്തിലേക്കും അവതരണ മികവിലേക്കും നാടകങ്ങളെ കൊണ്ടുവരാൻ സൂര്യ കണ്ണപുരത്തിന്റെ ഇടപെടലിലൂടെ ആയിട്ടുണ്ട്. 32 വർഷങ്ങളായി സൂര്യ കണ്ണപുരം എന്ന സംഘടന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം അറിയിക്കുന്നു. 17ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഡിസംബർ 6 ചെറുകുന്ന് ബോർഡ് സ്കൂളിലാണ് തുടക്കമാകുന്നത്. തിരുവനന്തപുരം ശ്രീനന്ദനിയുടെ യാനമാണ് ഉദ്ഘാടന വേദിയിൽ എത്തുന്നത്. ശ്രീധന്യയുടെ അപ്പ, കൊച്ചിൻ ചൈത്രധാരയുടെ സ്നേഹമുള്ള യക്ഷി, കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം, വള്ളുവനാട് ബ്രഹ്മയുടെ വാഴ്വേ മായം തുടങ്ങിയ നാടകങ്ങളാണ് അരങ്ങേറുക. മത്സരത്തിലൂടെ മികച്ച നാടകം, നടൻ, നടി, സംവിധാനം, രംഗസജ്ജീകരണം, രചന, ദീപനിയന്ത്രണം തുടങ്ങിയവയ്ക്ക് പുരസ്കാരങ്ങൾ നൽകും. വാർത്താസമ്മേളനത്തിൽ എൻ ശ്രീധരൻ, ടി കെ ദിവാകരൻ, പി വി ദാമോദരൻ, കെ രവി, സി ലക്ഷ്മണൻ, സി എച്ച് പ്രദീപൻ, വി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ ചെറുകുന്നിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നതിനായി ചെറുവത്തൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചെറുവത്തൂർ ഫെസ്റ്റ് സീസൺ 7 സംഘാടക സമിതി ഓഫീസ് തുറന്നു.
കണ്ണൂർ ഇന്റലിജൻസ് ഡിവൈഎസ്പി കെ.ഇ. പ്രേമചന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന പിറ്റേ ദിവസം പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. കാരണം ചെറുവത്തൂരിൻ്റെ ഈ വ്യാപാരി സമൂഹമായാലും ഈ ചെറുവത്തൂര് സാംസ്കാരിക മേഖലയായാലും ഒരു കേസിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അടുത്തിടപഴകേണ്ടി വരികയും അവരുടെ പൊതുജന താല്പര്യങ്ങളും പൊതു കാര്യങ്ങളുള്ള അവരുടെ ആ ഒരു ചിന്താരീതിയും മനസ്സിലാക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയൊരു ചടങ്ങിലേക്ക് വളരെ ദൂരത്തുള്ള എന്നെ ക്ഷണിക്കുകയും അതിൽ വരുക എന്നത് വളരെ സന്തോഷകരമാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കറിയാം ജനങ്ങളുടെ ക്ഷേമങ്ങളും ഇവിടെയുള്ള കാര്യങ്ങളുമൊക്കെ നടത്തുന്നത് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങളാണ് നമുക്കറിയാം. ഡിസംബർ 18 മുതൽ ജനുവരി 5 വരെ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൽ ആർട്ടിഫിഷ്യൽ ആനിമൽസ്, ഫുഡ് കോർട്ട്, സെൽഫി സ്പോട്ടുകൾ, വിപണന സ്റ്റാളുകൾ, പുഷ്പ ഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി, എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടക്കും. ഫെസ്റ്റിന് നിർമ്മിക്കുന്ന പവലിയലിന്റെ കാൽനാട്ടൽ കർമ്മം ഡോക്ടർ ടി.കെ. മുഹമ്മദ് അലി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.വി. പ്രമീള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി.വി. രാഘവൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി. പത്മിനി, രാജേന്ദ്രൻ പയ്യാടക്കത്ത്, സംഘാടക സമിതി രക്ഷാധികാരി പി. മുസ്തഫ, വർക്കിംഗ് ചെയർമാൻ സി. രഞ്ജിത്ത്, ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം ഗിരീഷ് ചീമേനി, ഡോക്ടർ കെ.വി. ഭാസ്കരൻ, എ.വി. ദാമോദരൻ, ഡോക്ടർ സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന് ന്യൂ വോയ്സ് കലാകേന്ദ്രം വാർഷിക ആഘോഷം കോവപ്പുറത്ത് നടന്നു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. നിഷ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂ വോയ്സ് കലാകേന്ദ്രം ചെറുകുന്ന 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കലാസന്ധ്യ സംഘടിപ്പിച്ചു. രാജേഷ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു. അബു അയ്യൂബ്, ഡോക്ടർ കെ.എച്ച്. സുബ്രഹ്മണ്യൻ, ആർ.ജെ. രമേഷ്, ഡോക്ടർ ജിജി കുമാരി കെ, നാണു മാസ്റ്റർ, സി. അച്യുതൻ, വിനോദ് മടക്കര എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിലെ എസ്.ഐ. ശിവദാസൻ കെ.വി., കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ എസ്.ഐ. എം. അജിയൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആലപ്പടമ്പ് ശ്രീ ദേവിയോട്ടുകാവ് ക്ഷേത്രത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവം ഡിസംബർ 4 മുതൽ ആരംഭിച്ചു. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശ്രീ ദേവിയോട്ട് ദൈവത്തിന്റെ പുറപ്പാട് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ യാത്രക്കാരുടെ നിൽപ്പ് സമരം നടത്തി. ചെന്നൈ സോൺ റെയിൽവേ കൺസൾട്ടേറ്റീവ് അംഗം അഡ്വക്കേറ്റ് റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വാഹന പാർക്കിംഗ് കേന്ദ്രം ഇനി ക്യാമറ കണ്ണുകളിൽ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. വെങ്ങര റെയിൽവേ ഗേറ്റിൽ അപകടം പതിയിരിക്കുന്നു. റെയിൽവേ ഗേറ്റ് റോഡിൽ സ്ലാബുകൾക്കിടയിലെ വിടവാണ് യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നത്. പഞ്ചായത്ത് റോഡരികിൽ പൂച്ചെടികൾ നട്ടുവളർത്തി യാത്രക്കാരുടെ കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കി വിളയാങ്കോട് സ്വദേശികളായ ദമ്പതികൾ. റോഡരികിൽ 150 മീറ്റർ നീളത്തിലാണ് ഇരുവരും ചെടികൾ നട്ട് പരിപാലിക്കുന്നത്. 39 വർഷത്തെ സേവനത്തിനു ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ രാമന്തള്ളി കല്ലേറ്റും കടവിലെ ജവാൻ എം. ഭാസ്കരന് കണ്ണൂർ CRPF കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കല്ലേറ്റും കടവിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.